പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തമായ ഒരു പേരാണ് പി.വി. അൻവർ. CPM-വുമായി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടന്ന രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് ശേഷം പുതിയൊരു സംഘടന രൂപീകരിച്ച് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ നോക്കുകയും 2 ഉപതിരഞ്ഞെടുപ്പുകളിൽ സ്വാധീന ശക്തിയാകാൻ ശ്രമിക്കുകയും ചെയ്ത പി.വി. അൻവർ MLA ആ ഉപതെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടുന്നതാണ് കണ്ടത്. ഇപ്പോഴിതാ പുതിയൊരു വാർത്ത കൂടി എത്തിയിരിക്കുന്നു. നിലമ്പൂർ MLA പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഡൽഹിയിലുള്ള പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ MP-മാരുമായി ചർച്ച നടത്തിയെന്നാണ് വിവരം. ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനകളെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇടതുമുന്നണി വിട്ട ശേഷം തമിഴ്നാട്ടിലെ DMK-യുമായി അടുക്കാൻ അൻവർ നീക്കങ്ങൾ നടത്തിയിരുന്നു. മഞ്ചേരിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള, അതായത് DMK എന്ന സാമൂഹിക സംഘടനയും പ്രഖ്യാപിച്ചിരുന്നു. വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, സമത്വം എന്നിവ സാക്ഷാത്കരിക്കാനുള്ള സാമൂഹിക മുന്നേറ്റമാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും അൻവർ പറഞ്ഞിരുന്നു. എന്നാൽ പാർട്ടിയിലോ മുന്നണിയിലോ എടുക്കില്ലെന്ന നിലപാടിലായിരുന്നു DMK നേതൃത്വം. കേരളത്തിലെ LDF പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ എടുക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ പ്രതികരിച്ചിരുന്നു. അൻവർ ചെന്നൈയിലെത്തി DMK നേതാക്കളുമായി ചർച്ച നടത്തിയതിൻ്റെ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. BJPയെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന മുന്നണിയെന്ന നിലയിലാണ് DMKയെ കണ്ടതെന്നും പാർട്ടി രൂപീകരിച്ച് മുന്നണിയുമായി സഹകരിക്കാൻ ചർച്ച നടത്തിയെന്നും സഹപ്രവർത്തകൻ EA സുഗുവും വ്യക്തമാക്കിയിരുന്നു. DMK തങ്ങളെ കൂടെ കൂട്ടില്ല എന്ന സത്യം അറിഞ്ഞതിനു പിന്നാലെ പുള്ളിക്കാരൻ മായാവതിയുടെ BSPയുമായി കൂട്ടുകൂടാൻ നോക്കി. പക്ഷേ അത് നടന്നില്ല. അൻവർ പറയുന്നത് BSPക്ക് ശക്തി പോരാ, അതുകൊണ്ട് താൻ പോയില്ല എന്നാണ്. എന്നാൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് BSP കേരളത്തിൽ രാഷ്ട്രീയം വളർത്തുന്ന കാര്യം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. തങ്ങളുടെ തട്ടകം ഉത്തരേന്ത്യയാണെന്നും ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ രാഷ്ട്രീയം വളർത്താൻ ഉദ്ദേശമില്ലെന്നും BSP വക്താവ് അൻവറിനോട് പറഞ്ഞു എന്നാണ് സൂചനകൾ. അതിനുശേഷമാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഇടതുപക്ഷവുമായി ഒട്ടും അടുപ്പമില്ലാത്തതിനാൽ തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമുണ്ടാകാനും ഇടയില്ല എന്നാണ് അൻവർ കരുതിയത്. എന്നാൽ അതിനിടയിൽ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വാർത്തയുണ്ട്. കുറച്ചുനാൾ മുൻപ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി അൻവർ കൂട്ടുകൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത്. UDF-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന RSPയുമായി കൂട്ടുകൂടാനുള്ള ശ്രമങ്ങളാണ് പി.വി. അൻവർ നടത്തിയത് എന്നാണ് സൂചനകൾ. കലാപമുണ്ടാക്കി LDF വിട്ട അൻവറിനെ ഇനി ഇടതുപക്ഷം 7 അയൽവക്കത്ത് അടുപ്പിക്കില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. നിലവിൽ പി.വി. അൻവറിന് BJP മുന്നണിയിലേക്ക് പോകുന്നതിനോട് താൽപ്പര്യമില്ല. കാരണം പി.വി. അൻവറിൻ്റെ അനുയായികളായി നിൽക്കുന്നവരിൽ അധികവും ഇസ്ലാം മത വിശ്വാസികളാണ്. സ്വാഭാവികമായും BJPയിലേക്ക് അൻവർ പോവുകയാണെങ്കിൽ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ അൻവറിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാണ്. BJPയുമായി കൂട്ടുകൂടുന്ന ഒരു തീരുമാനം അൻവർ കൈക്കൊണ്ടാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ LDFലോ UDFലോ നിൽക്കുക എന്നുള്ളതാണ് അൻവർ ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ അത്തരത്തിലൊരു നീക്കുപോക്ക് നടത്തിയാൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിൽ തന്നെ തുടരാം എന്നുള്ളതും അൻവറിനറിയാം. LDFിലേക്ക് ഇനിയൊരു മടക്കമില്ല എന്ന് മനസ്സിലാക്കിയ അൻവർ UDFിലേക്ക് ചേക്കേറാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് RSPയുമായി കൂട്ടുകൂടാൻ ശ്രമിച്ചത്. നേരിട്ട് UDFിലേക്ക് അൻവറിന് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം കൂടിയാൽ മാത്രമേ അത്തരത്തിലൊരു സാധ്യതയുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയൂ. RSPയെ സംബന്ധിച്ച് LDFുമായി, പ്രത്യേകിച്ച് CPM-വുമായി കടുത്ത ശത്രുതയിലാണ് താനും. ഇടക്കാലത്ത് RSP വീണ്ടും LDFിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പ്രേമചന്ദ്രനെ ഒഴിവാക്കി മറ്റുള്ളവരെ സ്വീകരിക്കാമെന്ന നിലപാടിലാണ് അന്ന് LDF നിന്നത്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ പ്രേമചന്ദ്രൻ ഇല്ലെങ്കിൽ RSP ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വഴി അടയുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ LDFുമായി കടുത്ത അകൽച്ചയിൽ നിൽക്കുന്ന RSPയുമായി കൂട്ടുകൂടിയാൽ രണ്ടുണ്ട് കാര്യമെന്ന് പി.വി. അൻവറിന് നന്നായി അറിയാം. കേരള രാഷ്ട്രീയത്തിൽ UDFിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല UDFിലായതുകൊണ്ട് CPM വിരോധം അതേപോലെ നിലനിർത്തുകയും ചെയ്യാം. ഇതുതന്നെയായിരുന്നു പി.വി. അൻവറിൻ്റെ പദ്ധതിയും. എന്നാൽ അൻവറിനെ കൂടെ കൂട്ടുന്നതിനോട് RSPക്ക് ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അൻവറിന്റെ ആവശ്യത്തിനോട് പ്രേമചന്ദ്രൻ നിശബ്ദത പാലിച്ചെങ്കിലും ഷിബു ബേബി ജോണും അസീസും ഉൾപ്പെടെയുള്ളവർ അൻവർ പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിനെ എതിർത്തു എന്നാണ് രഹസ്യ വിവരങ്ങൾ പുറത്തുവരുന്നത്. കാരണം കോൺഗ്രസുമായി അകൽച്ചയിൽ നിൽക്കുന്ന വ്യക്തിയാണ് അൻവർ. അൻവർ UDFിലേക്ക് വരുന്നതിനോട് ചില കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഭൂരിപക്ഷം പേർക്കും ഒട്ടും താല്പര്യമില്ല. കാരണം അൻവർ LDFിലായിരുന്നപ്പോൾ അത്രത്തോളം UDFിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇദ്ദേഹം UDFിലേക്ക് വന്നാൽ എത്ര കാലം UDFിൽ തുടരുമെന്ന് പറയാനും കഴിയാത്ത സാഹചര്യമാണ്. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന അൻവർ 3-4 നിലപാടുകൾ മാറി മറിഞ്ഞാണ് ഇപ്പോൾ വീണ്ടും അനാഥനായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. PV അൻവറിന്റെ നിലപാടുകൾ എപ്പോഴും സ്വാർത്ഥത നിറഞ്ഞതാണെന്ന അഭിപ്രായമാണ് പ്രമുഖ UDF നേതാക്കൾക്കുള്ളത്. മാത്രമല്ല, ഏതെങ്കിലും മുന്നണിയോട് ചേർന്ന് നിന്നാൽ മാത്രമേ അൻവറിന് തന്റെ പൂർണ്ണ ശക്തി കാണിക്കാൻ കഴിയുകയുള്ളൂ എന്നും UDFിനറിയാം. ഒരു മുന്നണിയിലും പെടാതെ നിന്നാൽ ഉറപ്പായും അൻവർ വലിയ പരാജയം നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് UDF വിശ്വസിക്കുന്നത്. ചേലക്കരയിൽ തന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയ അൻവർ അത് കേരളത്തിന് കാണിച്ചു തന്നതുമാണ്. അതുകൊണ്ട് തന്നെ അൻവറിനെ മുന്നണിയിലെടുക്കേണ്ട എന്ന് തന്നെയാണ് UDF ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ UDFിൽ തുടരുന്ന RSPക്ക് പ്രത്യേക തീരുമാനമെടുക്കാൻ ഒരിക്കലും സാധിക്കില്ലല്ലോ. അതുതന്നെയാണ് അൻവറിന് എതിരെ RSPക്കുള്ള എതിർപ്പ്. ഒരു കാരണവശാലും തനിക്ക് RSPയിൽ പ്രവേശനം ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെയാണ് അൻവർ മറ്റു വഴികൾ തേടാൻ ആരംഭിച്ചത്. പശ്ചിമബംഗാളിൽ ഭരണത്തിലിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസുമായി കൂട്ടുകൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാമെന്ന ചിന്ത അപ്പോഴാണ് ഉടലെടുത്തത്. അതിന് പ്രകാരം നടത്തിയ ചർച്ചകളിൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. തൃണമൂൽ കോൺഗ്രസുമായി സഖ്യം കൂടുമെന്ന് ഡൽഹിയിലൊരു സ്വകാര്യ ചാനലിനോടാണ് അൻവർ തുറന്നു പറഞ്ഞത്. DMKയുമായുള്ള സഖ്യസാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയൻ തകർത്തുവെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ RSPയുമായി ചർച്ച നടത്തിയ കാര്യം അൻവർ പുറത്തുവിട്ടിട്ടില്ല. തൃണമൂലുമായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. BSPയുമായി നേരത്തെ ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ അവർ ദുർബലരാണ്. ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് തുടരുന്നതിനാൽ BJPയുമായി സഹകരിക്കില്ല. UDF പ്രവേശനം ഇപ്പോൾ ആലോചനയിലില്ല. മുസ്ലിം ലീഗ് വഴി UDF പ്രവേശനത്തിന് ശ്രമിച്ചിട്ടില്ലെന്നും അൻവർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസുമായിട്ടാണ് ചേർന്നു പോകുന്നതെങ്കിൽ അതൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൂടിയാവും. അങ്ങനെയാണ് തീരുമാനം വരുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. എന്നാൽ നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒന്നും തൃണമൂൽ നേതാക്കൾക്ക് അറിയില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസുമായി ചേരാനുള്ള അൻവറിന്റെ നീക്കം എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തുമെന്നറിയില്ല. അത് അൻവറിന്റെ വാക്കുകൾ തന്നെയുണ്ട്. തൃണമൂൽ കോൺഗ്രസുമായി ചേർന്നു പോകുന്നു എന്നല്ല അൻവർ പറയുന്നത്. താൻ ചിലപ്പോൾ ആ പാർട്ടിയുമായി ചേരുമായിരിക്കുമെന്നാണ് അൻവർ വ്യക്തമാക്കുന്നത്. അതായത് അൻവർ തൃണമൂൽ സഖ്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം എത്തിയിട്ടില്ല എന്ന്. അടുത്തിടെയാണ് LDF ബന്ധം ഉപേക്ഷിച്ച് അൻവർ മുഖ്യമന്ത്രിക്കും CPMനുമെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. തുടർന്ന് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന DMK രൂപീകരിച്ചു. UDFിനോട് അടുക്കുമെന്ന് ഇടയ്ക്ക് സൂചന നൽകിയെങ്കിലും കടുത്ത ഉപാധികൾ വച്ചതോടെ അവർ കൈയൊഴിഞ്ഞു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തു. മണ്ഡലത്തിൽ നിർണായക ശക്തിയാകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഫലം വന്നപ്പോൾ 8 നിലയിൽ പൊട്ടി. DMK സ്ഥാനാർത്ഥിയായി മത്സരിച്ച NK സുധീറിന് ലഭിച്ചത് 3920 വോട്ടുകൾ മാത്രമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചരണം അവസാനിച്ച ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കു ലംഘിച്ച് അൻവർ വാർത്താ സമ്മേളനം നടത്തിയത് വിവാദമായിരുന്നു. വാർത്താ സമ്മേളനത്തിനിടെ നോട്ടീസ് നൽകാനെത്തിയ ഉദ്യോഗസ്ഥനെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പരസ്യമായി അവഹേളിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തിരുന്നു. വാർത്താ പ്രാധാന്യം നേടാനായിരുന്നു ഇതെന്ന ആരോപണം ഉയർന്നു. DMKയുടെ ശക്തിപ്രകടനത്തിന് വാടകയ്ക്കെടുത്ത ആൾക്കാരെ അണിനിരത്തിയത് മാധ്യമ ഇടപെടലുകളിലൂടെ പുറത്തു വന്നിരുന്നു. സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവരെയാണ് പണം കൊടുത്ത് പ്രകടനത്തിന് അണിനിരത്തിയത്. ഇത് അൻവറിനെതിരെ ഏറെ അവമതിപ്പ് ഉണ്ടാക്കിയിരുന്നു. CPM നേതാക്കളും അണികളും കൂട്ടത്തോടെ തനിക്കൊപ്പം വരുമെന്ന് അൻവർ വീരവാദം മുഴക്കിയിരുന്നുവെങ്കിലും ഒന്നും ഉണ്ടായില്ല. എല്ലാ അടവു നയങ്ങളും പരാജയപ്പെട്ടതോടെയാണ് ഇപ്പോൾ അൻവർ തൃണമൂലുമായി അടുക്കാൻ ശ്രമിക്കുന്നത്.